മേഡം, നമുക്ക് റിനോവേഷനെ പറ്റി ഒന്ന് സംസാരിച്ചാലോ? ഒരു വീട് റിനോവേറ്റ് ചെയ്യുന്ന ഏത് സമയത്താണ്? വീടിന് നമ്മളെപ്പോലെ ഏജ് ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ ഏത് സമയത്ത് ഇപ്പം വീടൊക്കെ നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ കണക്ക് നമ്മൾ കാണാറുണ്ടല്ലേ? അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലാണോ നമ്മൾ വീട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? അതോ ഏതെങ്കിലും ഒരു ടൈം കഴിയുമ്പം, ഒരു ഏജ് ലിമിറ്റഡ് ആയിട്ടുള്ള ഏജ് കഴിയുമ്പം, ഇത്ര വർഷം കഴിയുമ്പോഴാണ് നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് റിനോവേഷൻ പ്രോസസ്സ്? വീട് റിനോവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ഇതിൻ്റെ അകത്തെ ഒരു ഫങ്ഷണാലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ്. സ്പേസ് പോരാ, ബാത്റൂം ചെറുതാണ്, അല്ലെങ്കിൽ കിച്ചൺ ചെറുതാണ്, മക്കൾ വളർന്നപ്പോൾ അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് കുറയുന്നു. ഇതൊക്കെ ഒരു മെയിൻ കാര്യമാണ്. പിന്നെ എലിവേഷൻ്റെ എസ്തറ്റിക് ലുക്ക് മാറ്റുന്നു. ഇങ്ങനെ പല കൺസെപ്റ്റാണ് റിനോവേഷൻ്റെ ആൾക്കാർ കൊണ്ടുവരുന്നത്. പക്ഷേ രാജേഷിൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെയുണ്ട്, വീടിന് ഏജ് ഉണ്ടോയെന്ന്. വീടിന് ഏജ് ഉണ്ട്. കാരണം നമ്മളൊരു 10 വർഷം വരെ നമ്മളൊരു പുതുമയിൽ നിർത്താൻ പറ്റും. ഒരു 11ാമത്തെ വർഷം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെ നമ്മളെപ്പോഴും ഒരു എന്താ പറയുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുകയെന്നേ അറിയുള്ളൂ. അപ്പോൾ മെയിൻറ്റെയിൻ ഇപ്പം നമ്മുടെ ആണെങ്കിലും നമ്മളെ തന്നെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഈ വീടിനും ഒരു ഹെൽത്തുണ്ട്. ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ ഇലക്ട്രിക്കലായി, പ്ലംബിംഗ് ആയി, ഇതിൻ്റെ ലീക്കേജ് പ്രോബ്ലം ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് വേരിയേഷൻ വരുന്നതാണ് നമ്മുടെ കേരളത്തിൽ. ഇപ്പോഴത്തെ സിറ്റുവേഷനുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള മഴ, ചൂട്, ഇതിൽ നിന്നെല്ലാം നമ്മളതിനെ സംരക്ഷിക്കുക, വീടിനെ ആ ഒരു കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വീടിനെയും കെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും കാലാവസ്ഥ അതിൻ്റെ മെയിൻ ഒരു ഘടകമാണ്. ഒപ്പം തന്നെ നമ്മുടെ കൺസീൽഡ് ആയിട്ട് പോകുന്ന പ്ലംബിങ്, ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം ലീക്കേജ് ഉണ്ടാകാം. നമ്മുടെ യൂസേജ് അനുസരിച്ച് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്.